നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. കാന്താരിമുളകാണ് ഈ ഒരു കറിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. കാന്താരിമുളക് ഇല്ലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെമ്മീൻ വെച്ചിട്ടാണ് ഈ ഒരു മീൻ കറി ഉണ്ടാക്കുന്നത്. ഏത് മീൻ വെച്ചിട്ടും ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ്. നീളത്തിൽ മുറിച്ചിടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അതുപോലെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കുന്നത് കാന്താരിമുളകാണ്. ഈ ഒരു കാന്താരിമുളകിൻ്റെ ടേസ്റ്റാണ് ഈ കറിക്ക് മുൻപിൽ നിൽക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. കാന്താരിമുളക് ഉണ്ടെങ്കിൽ ഇതെടുക്കുക, ഇതായിരിക്കും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് എടുത്താലും മതിയാകും. 2-3 ടേബിൾ സ്പൂൺ കാന്താരിമുളക് നമുക്ക് ഈ ഒരു കറിയിലേക്കായിട്ട് എടുക്കുക. അതായത് അളവ് പറയുകയാണെങ്കിൽ ചെറിയൊരു കൈപ്പിടി മുളക് എടുത്തതിന് ശേഷം ഒന്നങ്ങ് കുത്തി എടുത്തിട്ടുള്ളതാണ്. ഒന്ന് ചതച്ചെടുക്കുക. അതായത് ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു കറിക്ക് എരിവിനായിട്ട് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മുളക് എടുക്കുക. മുളക് ഇടുന്നതിൻ്റെ മുൻപായിട്ട് ഒരു 4-5 ചെറിയുള്ളി ചെറുതായി ചതച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കാന്താരിമുളകും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഇത്തിരി കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കറിവേപ്പിലൊക്കെ ഈ സമയത്ത് കുറച്ച് മതി കേട്ടോ. കാരണം നമ്മൾ ലാസ്റ്റ് കറി ഒന്ന് വറവിട്ട് ഒഴിക്കുന്നുണ്ട്. ആ സമയത്ത് ബാക്കിയുള്ള അളവ് ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി. വേറെ മസാലപ്പൊടികളൊന്നും തന്നെ ഈ ഒരു കറിയിലേക്ക് എടുക്കുന്നില്ല. മഞ്ഞൾപ്പൊടി മാത്രം മതി. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ തന്നെ നല്ലൊരു സ്പെഷ്യൽ സ്മെല്ലായിരിക്കും കേട്ടോ. കാരണം കാന്താരിമുളക് ചെറിയുള്ളി എല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണമാണ്. ഇനി ഇതിലേക്കുള്ള മീനാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ചെമ്മീനാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് മീനാണോ കയ്യിലുള്ളത് അതെടുക്കാം. ചെമ്മീൻ ഇപ്പോൾ ഞാനിവിടെ ഒരു 300 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷമുള്ള അളവാണ് 300 ഗ്രാം. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ എല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഈ ഒരു കറിയിലേക്ക് വേണ്ടി എടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ. തേങ്ങയുടെ 2ാം പാലാണിത്. 1ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത്. ആദ്യം ഒരു 1/4 കപ്പ് 2ാം പാല് ഈ ഒരു സമയത്ത് ഈ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കറിയിലേക്ക് പുളിക്ക് ആവശ്യമായിട്ട് കുടംപുളിയാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു 2 പീസ് കുടംപുളി കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഒന്നങ്ങ് കുതിർത്ത് വെച്ചതാണ്, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ തക്കാളി ഉള്ളി ഒന്നും ഈ ഒരു കറിയിൽ ചേർക്കുന്നില്ല. അപ്പോൾ പുളി എന്ന് വെച്ചാൽ തക്കാളിയുടെ പുളി ഒന്നും വരാനില്ല. അപ്പോൾ അതുകൊണ്ട് പുളി എത്രത്തോളം വേണമെന്നുള്ളത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള കുടംപുളി ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്തിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ടിയില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ആദ്യം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറിയിൽ ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് കുറുകിയിരിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടെ വെച്ച് കൊടുത്താൽ തേങ്ങാപ്പാൽ ഇത്തിരി കൂടെ വറ്റി കിട്ടും. ഇനി കുറച്ച് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വറ്റിക്കാതിരുന്നാൽ മതിയാകും. ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ 2ാം പാലൊക്കെ ഇപ്പോൾ അത്യാവശ്യം കുറുകി വറ്റി മീനിലൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 1ാം പാലാണ് ചേർക്കാനുള്ളത്. ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതിയാകും. ഇനി ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം കറി ഒന്നങ്ങ് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാകും. അപ്പോൾ നമ്മുടെ ഈ ഒരു സിമ്പിൾ കറി റെഡി ആയിട്ടുണ്ട്. കാന്താരിമുളകിൻ്റെ ഒക്കെ നല്ല ഒരു ഫ്ലേവർ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മനസ്സിലാവും ശരിക്കും അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം മുകളിലൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഇത്തിരി കറിവേപ്പില ഇട്ട് അടച്ച് വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വറവിട്ടെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്കൊരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 നുള്ള് ഉലുവ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 3-4 ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി മൂപ്പിച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഇത്തിരി കറിവേപ്പില കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക.
കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ളു മുളക് പൊടി കൂടെ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എരിവിന് ആവശ്യമായിട്ടുള്ളതൊന്നും വേണ്ട, നല്ലൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളത്. മുളക് പൊടി ചേർക്കുന്ന സമയത്ത് ഒരുപാട് കരിഞ്ഞു പോകരുത്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോഴേക്കും നല്ല ഒരു സ്മെല്ല് ഉണ്ടാവുക. ഇനി ഒന്നുമില്ല, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് വറവിട്ടെടുത്തിട്ടുള്ള ഈ ഉള്ളി ഉലുവയൊക്കെ ഒഴിച്ചു കൊടുക്കാം. കറി ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു അരമണിക്കൂറൊക്കെ അടച്ച് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒന്നുകൂടെ കുറുകി മീനിലേക്കൊക്കെ പിടിച്ച് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് ഈ ഒരു കറി സെർവ് ചെയ്യാം. ഇനി ഗീ റൈസ് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ ഇത്. ചെമ്മീൻ വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നെയ്ച്ചോറിന് പറ്റുന്ന നല്ലൊരു കറിയായിരിക്കും ഇത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാന്താരിമുളകൊക്കെ കിട്ടുന്ന സമയത്ത് ഒന്ന് ചെയ്ത് നോക്കുക. ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് വീട്ടിൽ കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്